ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് IT മിഷന് കീഴിൽ വന്നിട്ടുള്ള കുറച്ച് ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കോൺട്രാക്ട് ബേസിലുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് മാനേജർ, ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ, ഇൻസിഡൻറ്റ് ആൻഡ് വുൾണറബിലിറ്റി ഹാൻഡിലിംഗ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ, കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഓരോ പോസ്റ്റുകളുടെയും വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റ് കോഡ് 101/2025 ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് മാനേജർ. ഒരു വേക്കൻസിയാണ് ഇതിലേക്കുള്ളത്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും MBA ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ IT റിലേറ്റഡ് ഏരിയയിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിന് ലഭിക്കുന്ന മാസശമ്പളം 40,000 രൂപയായിരിക്കും. അടുത്തത് പോസ്റ്റ് കോഡ് 102/2025 ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ, ഓഫീസ് ഓർ ഡിസ്ട്രിക്ട് പ്രോജക്ട്സ്. ഈ പോസ്റ്റിലേക്ക് 12 ജില്ലകളിലായിട്ട് എക്സ്പെക്റ്റഡ് വേക്കൻസീസ് ഉണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലായിട്ടാണ് വേക്കൻസി വരുന്നത്. കാൻഡിഡേറ്റിന് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. 30 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BTech IT ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുമല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഓർ 3-year diploma hardware or computer or IT. Must have 1 year relevant IT work experience, preferably as system or network engineer for BTech IT computer science or electronics and communication or MSc computer science holders. Or must have 2-year relevant IT experience, preferably as system or network engineer for 3-year diploma hardware or computer or IT holders. പ്ലസ് ഇതിനോടൊപ്പം തന്നെ വേണ്ട മറ്റ് എക്സ്പീരിയൻസും കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസിനെ ഗവേണൻസ് പ്രോജക്റ്റ് ഓർ ഗവൺമെൻറ് പ്രോജക്റ്റ് പ്രിഫേർഡ്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് വിൻഡോസ് ഓർ ലിനക്സ് ഓർ മാക് OS is preferred. Additional certification in Microsoft or Linux or Cisco etc. is desirable. Strong problem solving and interpersonal skills, proficient in English and Malayalam, willingness to travel and work at field level within district, native of the same district is preferred. ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന റെമ്യൂണറേഷൻ വരുന്നത് 21,000 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് കോഡ് 103/2025 എഞ്ചിനീയർ, ഇൻസിഡൻറ്റ് ആൻഡ് വുൾണറബിലിറ്റി ഹാൻഡ്ലിംഗ്. ഈ ഒരു പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണ് നിലവിലുള്ളത്. BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്ലസ് അതിനോടൊപ്പം തന്നെ 2 to 4 year എക്സ്പീരിയൻസ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 years ഇൻ VA ഓർ PT ഓർ സെക്യൂരിറ്റി അനലിസ്റ്റ്. ഈ പോസ്റ്റിൽ ലഭിക്കുന്ന മാസശമ്പളം 39,000 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് കോഡ് 104/2025 സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ, ഓഫീസ് പ്രോജക്റ്റ്. ഈ പോസ്റ്റിലേക്ക് 2 വേക്കൻസീസ് ആണുള്ളത്. 35 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. BTech ഓർ MCA പഠിച്ചിട്ടുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്ലസ് മിനിമം 2 year എക്സ്പീരിയൻസ് ഇൻ IT സപ്പോർട്ട് പ്രോജക്റ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്. റെമ്യൂണറേഷൻ ലഭിക്കുന്നത് 28,600 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് 105/2025 എന്ന പോസ്റ്റ് കോഡിൽ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ്, ഗവൺമെൻറ് കോൺടാക്ട് സെൻറ്റർ പ്രൊജക്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വേക്കൻസിയാണുള്ളത്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി വിത്ത് IT നോളജ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പ്ലസ് അതിനോടൊപ്പം തന്നെ മിനിമം 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ കോൾ സെൻറ്റേഴ്സ് ഓർ കസ്റ്റമർ സർവീസ് സെൻറ്റേഴ്സ് ഓർ BPOs. Strong verbal and written skills in Malayalam, English and Hindi. Then technical experience, strong knowledge in MS Office. Others, good presentation skills, willingness to work on rotating duty shifts including nights,
including nights, second Saturdays, Sundays, public holidays and government declared holidays, etc. റെമ്യൂണറേഷൻ വരുന്നത് 19,950 ആണ്. കൂടാതെ കസ്റ്റമർ ആൻഡ് പേഴ്സണൽ സർവീസ്, ക്ലറിക്കൽ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവയിലും അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. ഏതൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേയും അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. മറ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കേരള സ്റ്റേറ്റ് IT മിഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി മാസം 10 ആപ്ലിക്കേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്